ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. ഇവിടെ ഒരു പൃഷ്ടാവ് അല്ലെങ്കിൽ ഒരു ജാതകൻ അദ്ദേഹത്തിൻ്റെ ഫലദേവതയെ അറിയാനായിട്ട്, അദ്ദേഹത്തിൻ്റെ നക്ഷത്രം രോഹിണിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫലദേവതയെ അറിയാനായിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുകയും ഫലദേവതയെ അറിഞ്ഞ് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഫലദേവതയെ അറിയാനായിട്ടുള്ള രാശിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ രാശിയുടെ ഇപ്പോഴത്തെ ഗ്രഹനിലയെന്ന് പറയുമ്പോൾ ബുധൻ്റെ രാശിയാകുന്ന കന്നി രാശി ഉദയലഗ്നമാണ്. അവിടെ ചൊവ്വയുണ്ട്. ഉദയലഗ്നത്തിൽ തന്നെ ചൊവ്വ യോഗമുണ്ട്. 3-ൽ ചന്ദ്രൻ, 4-ൽ ഗുളികനാണ്. 5-ൽ മകരം രാശി ആരുമില്ല. 6-ൽ രാഹു സർപ്പമാണ്. 7-ൽ ശനി മീനമാണ്. 8-ൽ മേടം രാശി ആരുമില്ല. 9-ൽ ഇടവം രാശി ആരുമില്ല. 10-ൽ വ്യാഴവും ശുക്രനുമാണ് മിഥുനം രാശി. 11-ൽ ആദിത്യനും ബുധനുമാണ് കർക്കിടകൻ രാശി. 12-ൽ കേതു ചിങ്ങൻ രാശി. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫലദേവതയെ അറിയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പ്രകാരം മകരം ലഗ്നമാണ് ഇദ്ദേഹം. മകരം ലഗ്നത്തിന് 4-ാം ഭാവമാണ്. 4-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ധർമ്മദേവതയെ ചിന്തിക്കുന്നത് തന്നെ. ഇവിടെ 4-ാം ഭാവം എന്ന് പറയുന്നത് മേടം രാശിയായിട്ട് ചൊവ്വയുടെ രാശിയാണ്. 5-ൽ ചന്ദ്രനും രാഹുവാണ്. 8-ൽ 4-ാം ഭാവാധിപതി ധർമ്മദേവതയാകുന്ന ചൊവ്വ. 8-ൽ 9-ാം ഭാവാധിപതിയാകുന്ന ബുധനും 5-ാം ഭാവാധിപതിയാകുന്ന ശുക്രനുമായിട്ട് യോഗമാണ്. 9-ൽ ഇദ്ദേഹത്തിന് ആദിത്യനാണ്, കന്യരാശിയാണ്. അപ്പോൾ ഇതാണ്. 10-ൽ ശനിയാണ്. 11-ൽ വ്യാഴം, കേതുവുണ്ട്. 12-ൽ ഗുളികന്. അപ്പോൾ ഇതാണ് ഗ്രഹനില. അപ്പം അതും പ്രകാരമുള്ള ധർമ്മദേവതയെക്കുറിച്ചുള്ള ചിന്തനത്തിന് വേണ്ടിയുള്ള എടുക്കുന്ന രാശിയാണ് ഭഗവാനി. നാരായണ ഭഗവാനി, ഭഗവാനി മഹാദേവ, ഭഗവാനി ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നമോ നാരായണായ, നമോ നാരായണായ, നമോ നാരായണായ, നമോ നാരായണായ, നമോ നാരായണായ. ഭഗവാനീ മാതൃമേ മധുകയുടെ ഭക്തിമനുഷ പ്രണാമഹാരോഗ്യമേ ഹേലാമൃതോചനവദേഹേ ചാമുണ്ടാർദ്ദനേ നിശേഷീകൃതരക്തബീജതനിജേ നിത്യേ നിശിംബാവഹേ സുന്ദർത്തും സംഹാരാശുരിതം. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭുന്ന ചേദേവം ദേവോ നസ്പന്ദിതുമര്യാദസ്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാതിഹിരവിവരം തന്തോതുവാഗതമൃതഭൂമ്യപ്രഭവതി. ശിവശക്തികാമക്ഷിതരത രവിശീതവിരണസ്വരൂപം സശക്തസ്പദീപരാമാര ഹമീഷുല്ലേഖാവിശ്വശുദ്രവസാനേഷു ഫലിതാഭിജന്യേ വർണ്ണാത്തേ കവിജനീ നാമാമേ സ്മരവ്യോനിം ലക്ഷ്മൻ ഹൃദയമിതമാദനാദമനോർനിധായികീ നിരവധി മഹാഭോഗരചികാ ഭജന്തി ത്വാം ചിന്താമണിമുനിഭാക്ഷവലയാ ശിവാശിവഹാരാഭി. ചതുഷ്ഷ്ട്യാതന്ത്രൈ സകലമതിസന്ധായ ഭുവനം യതസ്തത്പ്രസവപരതന്ത്രൈ പശ്വതിർബന്ധാദവിലപുഷാർത്ഥൈകഘടന സ്വാതന്ത്ര്യം തേ തന്ത്രം ക്ഷിതിതരമവാദീന. നമസ്തേ പരമേശാനി രാഷ്ട്രമണ്ഡലവാസിനി രാശ്രീശ്വരീ. നമസ്തേ ശ്രീകൃഷ്ണപ്രണാദികപ്രിയേ. നമസ്തേ ലോകിജന്യേകശീലകരുണാനിധി ബ്രഹ്മവിഷ്ണാദിഹൃദേവൈർവന്ദ്യമാനപദാംബികേ. നമ സരസ്വതീരൂപേ നമ സാവിത്രി ശങ്കരീ ഗംഗാവത്മാവതീരൂപേ ഷഷ്ടിമംഗലചണ്ഡികേ. നമസ്തേ തുളസീരൂപേ നമോ ലക്ഷ്മീസ്വരൂപിണി. നമോ ദുർഗേ ഭഗവതി. നമസ്തേ സർവസ്വരൂപിണി മൂലപ്രകൃതിരൂപാം ത്വാം ഭജാമ കരുണാനവ. സംസാരസാഗരവസ്മാനന്തരാം പറയാം സദസ്പതിമദ്ഭുതം പ്രിയം യസ്യ കാര്യം സമീപേ ഭാമയാസ്ത്രീയാം മേധാം ദേവഗണാഭിരക്യോ
मेधाम्ये वरुणो ददातु मेधामग्नि प्रजापति मेधामिन्द्रक्षवायुश्च वेदां ददातु मेदन्येदं नक्षत्रं ज्योतिः श्रियविष्णुदां मे देवादि श्रियमुत्तमं दस्यते मेधादेवीसमाना नादादुष्वादिपते सुमनस्य माना त्वयाजुष्टानुगमाना भूतान् बृहद्वदीवेददेशुदेया त्वयाजुष्टऋषिर्भवति देवी त्वया ब्रह्माण्डस्तुतीन्द्रया त्वयाजुष्टक्षित्रं विन्दति वसुदानो जषत्सद्रुणो नवेदे मेधां वेन्द्रो ददातु मेधां देवी सरस्वती मेधां मे अस्तिनाथुवा स्वादधां पुष्करत्रया चिरासुजया मेधा गन्धर्वेशुदयात्मना देवी मेधा सरस्वती सा मां मेधा सुरवृद्धिसदात्रं स्वाहा मां मेधा सुरवृद्धिस्वरूपा हिरण्यवर्णा जगदिजविन्यामुद्यस्तुवैतामिन्यमाना सा मां मेधा सुप्रवीलाजसंज्ञा मे मेधां मे प्रजा मे यत्पुत्रो ददातु मे मेधा मे प्रजा मे इन्द्रेन्द्रियं ददातु मे मेधां मे प्रजा मे श्रीरूपादि कैलासाद्रीशभुवने सुविडगरे स्वारिके मण्डपे सन्मादङ्गारादिदूपरिपरिलसुसंसेव्यमानं शिरोके ध्यानस्थं वामगाहं मृगमविपरहि ज्ञानमुद्रां वहन्तं नागोदयोगयस्थं दरदं सुबलेश्यानं चानविदे मूर्तित्वे परिकल्पितशतदोत्पादपुनर्जन्मनामिन्येत्यामृतां प्रदुच्छेदतां भक्तां लोकानां प्रलयोदयस्थितिविभञ्जानि विदग्धाय सुदौवाचनस्तदात्मनैकस्थिरणस्थैर्योक्तिविभूति मूर्तित्वे परिकल्पितशतदोत्मानपुनर्जन्मनामिन्येत्यामृतां प्रदुच्छेदतां प्रतामरज्योतिषां लोकानां प्रलयोदयस्थितिविभञ्जानि विदग्धाय सुदौवाचनस्तदात्मनैकस्थिरणस्थैर्योक्तिविभूति मूर्तित्वे परिकल्पितशतकृतो वर्तमानं पुनर्जन्मनामिन्येत्यामृतां ऋतुच्छेदतां भृतामृज्योतिषां लोकानां प्रलयोदयस्थितिविभञ्जानि विदग्धाय सुदौवाचनस्तदात्मनैकस्थिरणस्थैर्योक्तिविभूति मध्याढवदिपं दुग्धसिन्धुकन्याधमुत्याध्यायामि साधुसंवृत्तैः शुद्धैकबुद्धैः गुरुभ्यश्च गृहेभ्यश्च मयामस्योजन्मनित्यमेष्टत्यादिकुर्वन्नसादिते नमः श्रीमङ्गलश्रेणीनिवासाय महात्मने सर्वं ज्ञानेन्द्रज्ञाय सज्ञातश्रीधन्नामेनास्य पृच्छदुदेशवर्तमाने सुसमेधैश्वरी शिवाशिवानि वेदानि जिज्ञस्य विशेषरासम्भवासम्भवाद्यज्ञानस्तत्पुत्रध्यानसु शुभाशुभानि गान्ये अन्ये अखिलानि प्रसादचित्ते स्फुरन्ति भगवान् കൃഷ്ണാവ് ഭഗവാന് പിന്നെ കൃഷ്ണാവ് രോഹിണി നക്ഷത്രത്തിൽ ഭഗവാന് അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. ആ കൃഷ്ണാവിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഭഗവാന് അദ്ദേഹത്തിൻ്റെ ഹരിദേവത ആരാണെന്ന് അറിയാനായിട്ടുള്ള ഭഗവാന് രാശിപ്രശ്നമാകുന്നു. ഇത് ഭഗവാന് അതിൽ ഭഗവാനിക്ക് ഉപാസനാമൂർത്തികൾ ഭഗവാന് അദ്ദേഹത്തിൻ്റെ ധർമ്മദേവത ഹരിദേവത എനിക്ക് നിഷ്പ്രയാസമായിട്ട് എനിക്ക് ഭഗവാനെ എനിക്ക് കാണിച്ചു തരണം. ഭഗവാന് ചന്ദ്രാദി ഭഗവാന് മുരുക മുരുക മുരുക. മുരുക മുരുക നാരായണോ ഭഗവാനി കൃഷ്ണായ ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് വൃശ്ചിക രാശിയാണ്. അവിടെ ചന്ദ്രൻ തന്നെയാണ്
ചന്ദ്രൻ ആരൂഢസ്ഥിതിയായിട്ട് ആരൂഢാധിപതിയാകുന്ന ചൊവ്വ 11 ഉദയലഗ്നത്തോടു കൂടി നിൽക്കണം. അപ്പം ഇവിടെ ആരൂഢത്തിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പ്രകാരം തന്നെ, ഇദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം തന്നെ 4-ാം ഭാവം എന്ന് പറഞ്ഞത് തന്നെ ഞാൻ ധർമ്മസ്ഥാനം കൊണ്ട് ചൊവ്വയുടെ രാശി തന്നെയായിരുന്നു. അത് മേടം രാശി തന്നെയാണ്. അപ്പം അതേ ചൊവ്വയ്ക്ക് തന്നെ ചൊവ്വയുടെ രാശിയാകുന്ന വൃശ്ചികം രാശി ആരൂഢമായിട്ട് വന്നിട്ട് അവിടെ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ അവിടെ ദുർഗ ഭഗവതിയാണ്. ദുർഗാ ഭഗവതിയുണ്ട്, അതോടൊപ്പം തന്നെ ഭദ്രാ ഭഗവതിയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ജാതകം നോക്കിയിട്ട് അതിൽ എഴുതി വച്ചിരിക്കുന്നതും ഫലദേവതയാകുന്ന ദുർഗയും ചൊവ്വയും തന്നെയാണ്, ഭദ്രാഭഗവതിയും തന്നെയാണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുത്തപ്പോൾ അതിൽ എഴുതിയതും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഫലദേവത, അതായത് ദുർഗയും ഭദ്രാഭഗവതിയാണ്. നിൽക്കുന്നത് 11 ലാഭഭാവത്തിലാണ്. ഉദയലഗ്നം ഉദിച്ച് നിൽക്കുകയാണ്, ഉദയലഗ്നത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നല്ല അനുഗ്രഹം ചൊരിഞ്ഞ് ഭഗവതി നിൽക്കുകയാണ്. നല്ല ഫലമാണ് വന്നിരിക്കുന്നത്. 9-ാം ഭാവാധിപതിയാകുന്ന ദുർഗ 9-ലാണെങ്കിൽ ആദിത്യനുണ്ട്, ബുധനുണ്ട്. അപ്പോൾ ഇവിടെ ഈ ദുർഗ നിൽക്കുന്നത്, ദുർഗ അല്ലെങ്കിൽ ചന്ദ്രൻ വന്ന് ആരൂഢത്തിൽ നിൽക്കുമ്പോൾ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതാണെങ്കിൽ ആദിത്യനാണ്. അപ്പോൾ ഇവിടെ ആദിത്യനും ബുധനുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് അച്ഛൻ്റെ പൂർവികർ, അച്ഛൻ വഴി, പിതാവ് വഴിയുള്ള ഭരദേവതയാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ആ ഭരദേവത തന്നെയാണ്, അത് ദുർഗയാണ്. ദുർഗയ്ക്ക് പ്രാധാന്യമുള്ളിടമാണ്. പക്ഷേ 4-ാം ഭാവം കൊണ്ട് നമ്മൾ ഗ്രഹനിലയിൽ 4-ാം ഭാവം കൊണ്ട് കണ്ടത് മേടം രാശിയാണ്. അപ്പോൾ ചൊവ്വായ്ക്കും ബന്ധമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നതും ചൊവ്വയുടെ രാശി തന്നെയാണ്. ദുർഗ വന്നിട്ട് ചന്ദ്രൻ, ദുർഗാ ഭഗവതി വന്നിട്ട് ആരൂഢത്തിൽ നിൽക്കുകയാണ്. അപ്പം പിതാവിൻ്റെ വഴിയുള്ള ദുർഗ ഭദ്ര ഭഗവതിയാണ് ഭരദേവത. അപ്പോൾ ആ ഭരദേവതയെ ആചരിക്കുക തന്നെ വേണം. അമ്മയുടെ വഴി ആചരിക്കണം. എന്നുവെച്ചാൽ 9-ാം ഭാവമായിട്ട് വന്നിരിക്കുന്ന കർക്കിടകൻ രാശിയാണ്. അപ്പോൾ തായ് വഴിക്കും ബന്ധം പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും 2 ഭാവത്തും, പക്ഷേ പിതാവിൻ്റെ ഭാഗത്തും ഉള്ള ഭരദേവതയായിട്ട് കണക്കാക്കാം. മാതൃഭാവത്തിലുള്ള ചൊവ്വ ഭഗവതി കൊണ്ട് 11 ഉദിച്ച് നിൽക്കുന്നു. അപ്പോൾ 2 പേര് ഭരദേവതയായിട്ട് കണക്കാക്കാം. അവിടെയാണ് ആചരണം ചെയ്യേണ്ടത്. ഒന്ന് ഭഗവാൻ അപ്പം ഭരദേവത ഭഗവാൻ. അപ്പോൾ ഇത് ഇനിയും ഇതേ പൃഷ്ടാവിൻ്റെ നമ്മൾ ഉപാസനാമൂർത്തിയെ കൂടെ അറിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞതും പ്രകാരം ആ ഉപാസനാമൂർത്തിക്ക് വേണ്ടിയുള്ള രാശിയാണ് ഈശ്വരാധീനം. അത് അറിയാനായിട്ടുള്ള ഈശ്വരാധീനമാണ് എടുക്കുന്നത്, ഉപാസനാമൂർത്തി അറിയാനായിട്ട്. ഭഗവാനി മുരുക, ഭഗവാനി മുരുക, ഗുരുവായൂരപ്പ കൃഷ്ണ, ഗുരുവായൂരപ്പ മഹാദേവ, പരംഗുരുവി ഭഗവാനി, യോഗീശ്വര ഭഗവാനി, കാത്തിരക്ഷിക്കു ഭഗവാനി, തമ്പുരാനി ഭഗവാനി. ഇതേ ജാതകൻ്റെ ഉപാസനാമൂർത്തിയെ അറിയാനായിട്ട് ഭഗവാനി, ഉപാസനാമൂർത്തിയെ അറിയാനായിട്ട് എടുക്കുന്ന രാശി പ്രശ്നമാണ് ഭഗവാനി. എല്ലാം വളരെ കൃത്യമായിട്ട് തെളിച്ച് ഭഗവാൻ കാണിച്ചു തരണം. ഭഗവാനി യോഗീശ്വര ഭഗവാനി, യോഗീശ്വര ഭഗവാനി, യോഗീശ്വര ഭഗവാനി മുരുക, ഭഗവാനി മുരുക.
ഭഗവാനി മുരുക, ഭഗവാനി വേലായുധസ്വാമി, ഭഗവാനി നാരായണ മുരുക, ഭഗവാൻ വേലായുധ, ഭഗവാൻ ഭഗവാൻ കൃഷ്ണ ഗുരുവായൂരപ്പ, ഭഗവാനി വേലായുധ, ഭഗവാനി ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം മേടം, ഇടവം, മിഥുനം. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് വന്നിരിക്കുന്നത് മീനമാണ്. മീനം രാശി ആരൂഢമായിട്ട് അവിടെ ബൃഹസ്പതിയും ശുക്രനുമാണ്. അപ്പോൾ ഇവിടെ ആരൂഢത്തിൻ്റെ 1, 2, 3, 4, 5 അഞ്ചാം ഭാവാധിപതി ഇവിടെ ശുക്രനാണ്, ലക്ഷ്മിയാണ്, ഭുവനേശ്വരിയാണ്, അന്നപൂർണേശ്വരിയാണ്. അപ്പോൾ ഇവിടെ 5ാം ഭാവം ആരൂഢം കൊണ്ടും 5ാം ഭാവം കൊണ്ടും നമുക്ക് ഇവിടെ തീർപ്പ് കൽപ്പിക്കാം. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജാതകം എഴുതിയതിൽ ഭഗവാനെ അപ്പോൾ ഇവിടെ പിതാവഴിയുള്ള ഭരദേവതയെ നമ്മളിവിടെ എഴുതിയിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും ലക്ഷ്മീനാരായണം, അതായത് പിതാവഴിയുള്ള ഭരദേവതയാകുന്ന ഭുവനേശ്വരി ഭദ്രാഭഗവതി വിഷ്ണു അംശമുള്ള ദേവത, അതായത് വിഷ്ണു, കൃഷ്ണൻ, ലക്ഷ്മീനാരായണൻ. ലക്ഷ്മിക്ക് ബന്ധം വന്നു, ലക്ഷ്മീനാരായണനാന്ന് അവിടെ ജാതകം കൊണ്ട് തന്നെ നോക്കി പറഞ്ഞിരുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദേവതമാരെ പറയുന്നു. 9-ലെ ആദ്യത്തെ തിഥി ഉപാസനാബലം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഉപാസനാമൂർത്തി എന്ന് പറയുമ്പോൾ ഇവിടെ ആരൂഢം 5-നും 2-നും ശുക്രന് ബന്ധം വന്നു. ഇവിടെ കേന്ദ്രാധിപതിയാകുന്ന വിഷ്ണു, അതായത് ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു, 7ാം ഭാവാധിപതി 10ാം ഭാവാധിപതിയാകുന്ന വിഷ്ണു അല്ലെങ്കിൽ ബൃഹസ്പതിയാണ് ആരൂഢത്തിൽ. 5ാം ഭാവാധിപതി ആകുന്ന ശുക്രൻ ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി സമേതനായിട്ട് നിൽക്കുന്ന വിഷ്ണുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലക്ഷ്മി നാരായണനായിട്ട് തന്നെ ഉപാസനാമൂർത്തിയെ നമ്മൾ തീർച്ചപ്പെടുത്താം. അവിടെ വേറെ പ്രത്യേകിച്ച് ബന്ധങ്ങളും ഒന്നും വരുന്നില്ല. വളരെ കറക്റ്റായിട്ട് തന്നെ ലക്ഷ്മീനാരായണനാണെന്നുള്ള തെളിവ് ഇവിടെ തന്നു കഴിഞ്ഞു. എന്നുവെച്ചാൽ 5ാം ഭാവാധിപതിയാവുന്ന ശുക്രനാണ് അവിടെ നിൽക്കുന്നത്. 10ാം ഭാവാധിപതിയും 7ാം ഭാവാധിപതിയാകുന്ന ബൃഹസ്പതിക്ക് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ശുക്രനെ മാത്രം നമുക്ക് എടുത്താൽ പറ്റില്ല. അത് ആരൂഢത്തിൽ നിൽക്കുന്ന അത് ബുധനാണ്. ആരൂഢാധിപതി ആകുന്നത് തന്നെ ബുധനാണ്, അത് തന്നെ വിഷ്ണുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മീനാരായണനാണ് ഉപാസനാമൂർത്തി. അപ്പോൾ ഇവിടെ അതേ ആരൂഢാധിപതിക്ക് ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ തന്നെ ആരൂഢാധിപതി, ഇവിടെ നമുക്ക് വന്ന പ്രശ്നത്തിൻ്റെ ആരൂഢാധിപതിയാകുന്ന അതേ സ്ഥാനത്ത് തന്നെ കന്യരാശിയിൽ ബുധൻ്റെ രാശിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ 9ാം ഭാവമായിട്ട് വന്നിട്ട് അവിടെ ആദിത്യൻ സ്ഥിതിയുണ്ട്. 9-ൽ ആദിത്യനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉപാസനാബലം, നല്ല ബലം കിട്ടും. ഉപാസനയ്ക്ക് നല്ല ബലം കിട്ടും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെയും പറയുന്നുണ്ട് 9ാം ഭാവാധിപതിയാകുന്ന ആദിത്യൻ അല്ലെങ്കിൽ ഒരു പിതാകാരകനായ ഭാഗ്യാധിപതിയാകുന്ന സൂര്യൻ തന്നെ 9ാം ഭാവാധിപതിയുടെയും പിതാവിൻ്റെയും കാരകനാകുന്ന 9ാം ഭാവത്തിന് പിതാവിന് ഭാഗമുള്ള ഉപാസനാമൂർത്തിക്ക് ഭാഗമുള്ള ബന്ധമുള്ള അതേ ആദിത്യൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ കന്യരാശിയിലുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും
ഉപാസനാമൂർത്തി ലക്ഷ്മി നാരായണനാണ്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന് കിട്ടിയ 2 ഫലങ്ങളും. ഈശ്വരാധീനം വളരെയധികം ഉണ്ട്. 2ലും നല്ല ഭാഗ്യം വന്നു, നല്ല ഈശ്വരാധീനം വന്നു, നല്ല ഫലമാണ്, സൽഫലമാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതോടൊപ്പം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, എനിക്ക് ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. എനിക്ക് ഉപാസനാമൂർത്തിയെ കണ്ടു തരണം, ഉപാസനാമൂർത്തിയെ പറഞ്ഞു തരണം, എൻ്റെ ഭരദേവതയെ പറഞ്ഞു തരണം. ഇതിന് ഇങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞാനിന്നിവിടെ ഈ ഓരോ വ്യക്തികളുടെയും ഇത് അറിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിതിന് മുമ്പേ തന്നെ ഇവിടെ ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് ഞാനിവിടെ ഭഗവാന് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. എന്നുവെച്ചാൽ ഞാൻ ഈ ഉപാസനാമൂർത്തികളുടെ ബലത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ആരോടെയും പറയുന്നില്ല ഇത്ര തുക വേണമെന്ന്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആർക്കാണേലും അത് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ആ വാട്സപ്പിൽ ഇട്ടാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺടാക്റ്റ് ചെയ്താൽ അതിന് ഭഗവാൻ ഇവിടെ നെയ്ക്കും പുഷ്പത്തിനും നിവേദ്യത്തിനുള്ള ദക്ഷിണ ഇവിടെ ഭഗവാൻ അയച്ചു തന്നെങ്കിൽ മാത്രമേ എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ധാരാളം ആൾക്കാർ എനിക്ക് ഇടുന്നുണ്ട്. എനിക്കിത് അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ദിവസം മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്കും ഭക്തി പുരസരമായിട്ടും അത്രയും ബഹുമാനത്തോടെയും ശരിയായിട്ടും അറിയണം എന്നുള്ളവർ മാത്രമേ ഇതിന് പുറപ്പെടാവൂ, അതിന് വഴി ഒരുങ്ങുകയുള്ളൂ. അല്ലാതെ നമ്മൾ മെസ്സേജ് ഇട്ടിട്ടോ കമൻറ്റ് ബോക്സിൽ ഇട്ടാലൊന്നും എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും എല്ലാവരുടെയും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറയുകയാണ്, നമ്മൾ ഒരു കാര്യം, നമ്മൾ ഒരു ദേവതയെ അറിയുക, ഭരദേവതയെ അറിയുക, ആചരിക്കുക, ഉപാസനാമൂർത്തിയെ അറിയുക, ഉപാസിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് നമുക്കതിൻ്റെ ചിട്ടയും ചടങ്ങുകളും ഒക്കെയുണ്ട്. അതിൽ പ്രകാരം മാത്രമേ അത് ഫോളോ ചെയ്ത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ധാരാളം ആൾക്കാർ എനിക്ക് ഇടുന്നുണ്ട്, നിത്യമുണ്ട്. ഒരു 10-15 ആൾക്കാരെങ്കിലും എനിക്ക് ഇടുന്നുണ്ട്. എനിക്ക് ഉപാസനാമൂർത്തിയെ കാണണം, അറിയണം, എനിക്ക് ഭരദേവതയെ പറഞ്ഞു തരണം. അങ്ങനെ മെസ്സേജിൽ കൂടി പറഞ്ഞാലൊന്നും ഇത് നമുക്ക് നടക്കുന്ന കാര്യങ്ങളല്ല. അതിൻ്റേതായിട്ടുള്ള ചിട്ടയും ചടങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ അത്രയും താല്പര്യമുള്ളത് എനിക്ക് കിട്ടണം, എൻ്റെ ഭരദേവതയെ അറിയണം, എനിക്ക് ആചരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഉപാസനാമൂർത്തിയെ അറിയണം, എനിക്ക് ഉപാസിക്കണം എന്ന്, അതായത് അത്രയും മനസ്സോടെ ആഗ്രഹത്തോടെ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഹരി ഓം ഹരി ഓം ഹരി ഓം. ദൈവമേ ഭഗവാനേ മുരുകാ ഭഗവാൻ.